അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സീനത്തിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പൊന്നു മോളെ, ഉപ്പാക്കിപ്പോഴാണ് സമാധാനമായത്. എൻ്റെ കുട്ടി ജീവിതത്തിൽ ചില തെറ്റുകളൊക്കെ ചെയ്തു എങ്കിലും പടച്ച റബ്ബിലേക്ക് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് എൻ്റെ കുട്ടിക്ക് എല്ലാം റാഹത്താകും എന്നെനിക്കറിയാം. മോളെ, പറ്റുമെങ്കിൽ ഒരു ഉംറ ചെയ്യണം എൻ്റെ കുട്ടി. ഇൻഷാ അല്ലാഹ് നമുക്കതിനു വേണ്ടി പോകണം. എന്നാൽ ഈ ഒരു സന്തോഷ വാർത്ത അപ്പോൾ തന്നെ അതാ ആസിഫ് എസ്ഐയെ വിളിച്ച് അറിയിക്കുകയായിരുന്നു ആ പിതാവ്. ആ പോലീസ് സാറേ, പിന്നെ എൻ്റെ മോള് അതിന് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്കൊരിക്കലും അറിഞ്ഞിട്ടില്ലായിരുന്നു അവൾ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ് എന്നാണ് അവൾ വിചാരിച്ചത്. എന്തൊക്കെ തന്നെയാലും മോൾക്ക് സമ്മതം അവളുടെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആസിഫിന് അത് വല്ലാത്തൊരു സന്തോഷമായി. ആ നിമിഷം തന്നെ അതാ ആസിഫ് ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോയി. ഒരു നിമിഷം ഷെഫി ഉസ്താദ്, അല്ലാ ആരത്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സാറേ, ഈ സമയത്ത് പെട്ടെന്ന് ഞാൻ വരുന്നതിനല്ല, എങ്കിലും അത് ഷെഫി, ഒരു സന്തോഷ വാർത്തയുണ്ട്. മറ്റൊന്നുമല്ല, സീനത്ത് അവൾ ഷമീറുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ട്. ഒരു നിമിഷം ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ അറിയുന്നില്ല. എങ്കിലും പടച്ച റബ്ബിനോട് അവർ ദുആ ചെയ്തു. അല്ലാഹുവേ റഹ്മാനെ, പടച്ചോനെ, ഹൈറാണെങ്കിൽ അത് പെട്ടെന്ന് നടക്കണേ അല്ലാ, കാരണം ഒരാളും കണ്ണീര് കുടിക്കരുത്. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മാക്കും അത് പെരുത്ത് സന്തോഷമായി. ആയിക്കോട്ടെ മോനെ, അതെന്നെ നല്ലത്. എന്തൊക്കെ തന്നെയാലും ഓളുടെ അടുത്ത് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിനോട് കരഞ്ഞ് പറഞ്ഞ് അതെല്ലാം മാപ്പാക്കിയിട്ടുണ്ടാവുമല്ലോ. അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയുമല്ലേ. അതുകൊണ്ട് തന്നെ അതൊക്കെ പടച്ച റബ്ബ് പുറത്തിട്ടുണ്ടാവും. അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ. എന്നാലും മോനെ, എനിക്ക് സമാധാനമുണ്ട്. അതെ, നമ്മുടെ മോനെയും എനിക്ക് ഇടയ്ക്കിടെ കാണാരോ. അതെ, അവൾക്ക് ഇവിടേക്കും വരാം. ഇവിടെ വന്നാൽ ഞാൻ പൊന്നു പോലെ നോക്കും. അവൾക്ക് ഇവിടെ വന്ന് നിൽക്കാം. എൻ്റെ മോളെ പോലെ തന്നെ ഞാൻ അവളെ നോക്കും. അതെ, ഇനിയിപ്പോൾ ഷമീറിൻ്റെ വീട്ടിൽ അവിടെ നിൽക്കണമെങ്കിലും കുഴപ്പമില്ല, ഇവിടെയാണെങ്കിലും കുഴപ്പമില്ല, അവളുടെ ഇഷ്ടം പോലെ. എന്നാലും നമ്മളെ മോനെ ഉണ്ടല്ലോ, അതും വലിയൊരു സന്തോഷം തന്നെയാണ്. നിങ്ങൾ സമാധാനത്തോടു കൂടി ഇനി പോയിക്കോളൂ. ഇനി കാര്യങ്ങളെല്ലാം ഉമ്മ ആ നിക്കാഹ് കർമ്മത്തിന് വേണ്ടി. എന്നാൽ ആസിഫ് അതുതന്നെ എന്ന് പറഞ്ഞത്. ഉമ്മ സന്തോഷത്തോടു കൂടി അതെ മറ്റൊരാൾക്ക് വിവാഹം നിക്കാഹ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ ആഗ്രഹം. അത് നടക്കട്ടെ. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത വിഷമം ദുഃഖമൊക്കെ ഉണ്ടാവും. അതുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. തൻ്റെ സ്വന്തം ഭാര്യയെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിക്കാഹ് കഴിച്ചു കൊടുക്കുക. പക്ഷെ ഭാര്യ തെറ്റുകളെല്ലാം ചെയ്തു പോയൊരു പെണ്ണായി പോയി. അതല്ല എങ്കിൽ നല്ല റാഹത്തോടു കൂടിയുള്ള ജീവിതം തന്നെ നയിക്കാമായിരുന്നല്ലോ. സാരമില്ല, എല്ലാം അള്ളാഹുവിൻ്റെ വിധി. അങ്ങനെ അതാ ആസിഫ് അവിടുന്ന് യാത്ര പറയുന്നു. എന്നാൽ ഷെഫി ഉസ്താദ്, ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാട്ടോ, ഇന്ന് നോമ്പ് തുറന്നിട്ട് പോകാം മോനെ. ആ ഉമ്മ പറഞ്ഞു. ഉമ്മ, ഞാൻ പിന്നീട് ഒരിക്കലും വരാം ഇൻഷാ അല്ലാഹ്. ഏതായാലും എല്ലാം സന്തോഷത്തിലും റാഹത്തിലും ആകുമ്പോഴേ അതൊരു സന്തോഷം തന്നെയാണല്ലോ. നേരെ അത് ആസിഫ് പോയത് മറ്റെങ്ങോട്ടുമല്ലായിരുന്നു, ആ പാടത്തിനിടയിലൂടെ, ആ ഒരു പച്ച തകിടുകൾക്കിടയിലൂടെ നടന്നു നീങ്ങുന്ന ആ ഒരു ഒറ്റവരി പാത. ശരിക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ഷമീറിൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി. അത് ശരിക്കും സീനത്തിൻ്റെ ഉപ്പ പ്രത്യേകമായി പറഞ്ഞിരുന്നു. മാഷാ അല്ലാ, എത്ര ഭംഗിയാണ് ആ ഒരു പുരയിടവും ആ ഒരു കൃഷികളും വഴികളുമെല്ലാം കാണാൻ. അത് വല്ലാത്തൊരു മനോഹാരിതയായിരുന്നു. പുലർച്ചെയുള്ള മഞ്ഞുതുള്ളികൾ ഇനിയും നെല്ലിൻ തണ്ടുകളിൽ കിടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം. വരമ്പിലൂടെയുള്ള ആ ഒരു കൊച്ചു നടപ്പാത ശാന്തമായി മുന്നോട്ട് നീളുന്നു. രണ്ടു ഭാഗത്തുമായി പച്ചപ്പടിഞ്ഞ നെൽപ്പാടങ്ങൾ. കാറ്റ് അല്പം വീശുമ്പോൾ നെല്ല് തലകുനിച്ച് ഒരുമിച്ച് ചലിക്കുന്ന ആ ദൃശ്യത്തിൽ ഒരു സമാധാനത്തിൻ്റെ നദി പോലെ ഒഴുകുന്ന ആ ഒരു സംഗീതം കേൾക്കാം. പക്ഷികളുടെ ചിരിപ്പാട്ട് അതിനിടയിൽ വളരെയധികം ഭംഗി കൂട്ടി. അതെല്ലാം ചേർന്ന് ആ മനോഹരമായ ഗ്രാമത്തിൻ്റെ പ്രഭാതത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നതാണ് നമ്മുടെ ആസിഫ് പോലീസ് മനസ്സിൽ വിചാരിച്ചത്. ആ വരമ്പ് കടന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ കാണാം മണ്ണും ഓലകളും എല്ലാം കൊണ്ട് ചെയ്ത ഒരു കൊച്ചു കുടിൽ. ചുറ്റും ചെടികൾ, മുന്നിൽ ചെറിയൊരു കിണർ. എന്നാൽ ആ ഒരു കൊച്ചു കുടിലിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ചെറുതായിട്ട് പുക പതുക്കെ പുറത്തേട്ട് ഒഴുകുന്നുണ്ട്. അതെ, ആസിഫ് വിചാരിച്ചു, അതെ അത് ശരി തന്നെയാണ്. ആ ഉമ്മ എന്തെങ്കിലും പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കുകയായിരിക്കും.
എന്നാൽ അവിടേക്ക് കുറച്ചു ദൂരേക്ക് തന്നെ മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കുന്നു. അത് ഉറപ്പായി അത് നമ്മുടെ ഷമീർ തന്നെ. ആസിഫ് കുറച്ച് വേഗത്തിൽ നടന്നു. അത് ഷമീറിന്റെ ആ ഒരു ഖുർആൻ പാരായണം കേൾക്കാൻ അത് വല്ലാത്തൊരു മനോഹാരിത. എന്നാൽ വീടിനടുത്ത് തൊട്ടടുത്തായിട്ട് എത്തിയപ്പോൾ അല്പം പതുക്കെ നടന്നു. അതെ, ആ ഒരു ഖുർആൻ പാരായണം ഒരു പക്ഷേ എന്നെ കണ്ടാൽ നിർത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നടത്തം പതുക്കെയാക്കി. എന്തൊരു റാഹത്ത് റബ്ബേ, എത്ര ജീവിത നിയമപ്രകാരമാണ് അത് ആ ഖുർആൻ ഓതുന്നത്. എല്ലാം കൊണ്ടും ഉഷാറുള്ള ഒരാളാണ് നമ്മുടെ ഷമീർ. അതെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവനെ എടുക്കണം. PSC എഴുതാനൊക്കെ ഞാനന്ന് പറഞ്ഞിരുന്നു. കാരണം അവന് എല്ലാം ഒത്തിണങ്ങിയ ഒരാളാണ്. ദീനിയായിട്ടും ഭൗതികപരമായിട്ടും എല്ലാ കാര്യത്തിനും നല്ല അടുക്കും ചിട്ടയുമുള്ള നല്ലൊരു മനുഷ്യൻ ഷമീർ. ഒന്നുകൊണ്ടും മോശമില്ല. ആസിഫ് വിചാരിക്കുകയാണ്, അതെ ഇവനെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്തായാലും എടുക്കും. അപ്പോഴേക്കും അതാ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഒരു നിമിഷം. ഹലോ, ആ സസ്പെൻഷൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് വന്നിരുന്നു. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ ആസിഫിന് താല്പര്യമില്ലായിരുന്നു. എനിക്ക് പകരമായിട്ട് അതെ അവനാണ് എന്നേക്കാൾ മെച്ചം എല്ലാത്തിനും. അതെ, ശരിക്ക് യുക്തിപൂർവമുള്ള സ്വഭാവമാണ് അവൻ്റേത്. ഷമീറിന് നല്ലൊരു ജോലി കൊടുക്കണം, അതും പോലീസ് ഓഫീസിൽ. തീർച്ചയായും അതിനും അതെ അവൻ്റെ ജീവിതത്തിലും നല്ലൊരു കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ആസിഫ് അങ്ങോട്ട് നടന്ന് വരുന്നത്. എന്നാൽ ദൂരെ നിന്നും ആസിഫിൻ്റെ ആ ഒരു വരവ് നമ്മുടെ ഷമീർ കാണുകയാണ്. അദ്ദേഹം മുസഹഫ് മടക്കി എഴുന്നേറ്റ് നിന്നു. സദഖല്ലാഹുൽ മൗലാനൽ അലിയിൽ അലയ്യം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറുമ്പോൾ ശരിക്കും ഷമീറിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയുണ്ടായിരുന്നു. ആസിഫ് സാറേ, നിങ്ങൾ സാറേ ഒന്നും വിളിക്കരുത്, വെറും ആസിഫ് എന്ന്. ഒരു പക്ഷേ നാളെ ഞാൻ ഷമീറിനെ സാറേ എന്ന് വിളിക്കേണ്ട അവസ്ഥ വരും. അതെ അല്ല, എന്തായി PSC അത് എഴുതുന്നുണ്ടോ? അതൊക്കെ എന്തിനാ, ഞാനിവിടെ കൃഷിയിടവും എൻ്റെ ഉമ്മയും കൂടെയുള്ളൊരു ജീവിതം അതല്ലേ ഞാൻ ഇതുവരെ കൊണ്ടു നടന്നത്. അതുപോലെ തന്നെ മതി, ഇവിടെയാണ് സമാധാനമുള്ളത്. അങ്ങനെ പറയരുത്. നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പക്ഷേ ഒരു പെണ്ണ് കടന്നു വന്നാൽ അവൾക്ക് നല്ലൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു ഭർത്താവ് ഉണ്ടാകുന്നത്. എന്നാൽ അത് കേട്ടപ്പോൾ അതാ നമ്മുടെ ഷമീർ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അതൊക്കെ സ്വപ്നങ്ങളല്ലേ വെറും, അതൊന്നും സാരമില്ല, അതൊക്കെ ഇനി ഇൻഷാ അല്ലാ എങ്ങനെയൊന്നും എനിക്കറിയുന്നില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ല. അതെന്താടാ അങ്ങനെ? അല്ല സാറേ, ഞാൻ സാറെന്നുള്ള വിളി വേണ്ട ഒരിക്കൽ പോലും. എന്നാൽ ഈ സമയം അതാ ഉമ്മ അങ്ങോട്ട് വരുന്നു. അല്ല, ആരിത് മക്കളെ? എപ്പോൾ വന്നു? ഇപ്പോൾ വന്നിട്ടുള്ളൂ ഉമ്മ. ഇരിക്കും മക്കളെ. അല്ല, എന്തൊക്കെ തന്നെയാലും വല്ലാത്തൊരു സന്തോഷം. എന്നാൽ ഷമീറിൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഷമീറും ആസിഫും കൂടെ ആ പാടവരമ്പത്തോടെ അവൻ്റെ കൃഷിയിടത്തിലേക്ക് നടന്നു. എന്നാൽ ഷമീറിൻ്റെ മുഖത്ത് വല്ലാത്ത ഒരു ടെൻഷനുണ്ടായിരുന്നു. എന്താ ഷമീർ ഇത്രമാത്രം വിഷമിച്ചിരിക്കുന്നത്? എന്താണ് വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടുപോയി, അതിൻ്റെ ഒരു വേദനയാണ്. സാരല്ല, അതെ എന്നെങ്കിലൊക്കെ തിരിച്ചു വരികയായിരിക്കും. എന്നാലും അൽഹംദുലില്ലാ, എനിക്ക് അവൾ ഓക്കെ ആയാൽ മതി. അവൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചു പോയി ആസിഫ്. പക്ഷെ ഉമ്മയോടൊന്നും പറയണ്ട, ആരോടും പറയണ്ട. അത് ഞാൻ എൻ്റെ മനസ്സിലങ്ങനെ വെച്ചിരിക്കുകയാണ്. സാരല്ല, അവൾ ജീവിച്ചോട്ടെ, അവൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ തന്നെ. എനിക്കറിയുന്നില്ല എനിക്ക് എന്താ പറ്റിയതെന്ന്, എനിക്ക് സത്യമായിട്ടും അറിയുന്നില്ല. എന്താ അയ്യേ, എന്ത് കരയാണോ? അയ്യേ കരയേ? ഓ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാൻ പോകുന്ന ആളാണ്. ഞാനതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. സ്ഥാനമാനങ്ങൾ ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ സാരല്ല. എന്താ ഇത്? എന്നാൽ ഞാൻ ഒരു സന്തോഷ വാർത്ത പറയട്ടെ. എന്താ സാർ? സാർ എന്നുള്ള വിളി വേണ്ട. പറയൂ, എന്താണ്?
എന്താണ്? പറയൂ. ഒന്നുമല്ല സീനത്ത് നീയാണ് അവളെ വിവാഹം കഴിക്കുവാൻ പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൾ അവളുടെ പിതാവിന് സമ്മതം കൊടുത്തിരിക്കുന്നു. ശരിക്കും അത് കേട്ടപ്പോൾ ഷമീർ ഒരു നിമിഷം ഞെട്ടി. എന്ത് പറയുന്നത്? സത്യമായിട്ടും സത്യമായിട്ടും അതെ, സത്യമായിട്ടും അവൾ നീയുമായുള്ള വിവാഹത്തിന് സത്യമായിട്ടും സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഷെഫി ഉസ്താദായിരിക്കും നിക്കാഹിന് നേതൃത്വം നൽകുന്നത്. എന്നാൽ അത് കേട്ടപ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം ഒന്ന് തുടിച്ചു. റബ്ബേ, അതെങ്ങനെ സഹിക്കും? ഒരാൾക്കും സഹിക്കാൻ കഴിയാത്ത ഒന്നാണല്ലോ. കാരണം സ്വന്തം ഭാര്യയായിരുന്ന അവളെ മറ്റൊരാൾക്ക് വേണ്ടി നിക്കാഹ് കഴിച്ചു കൊടുക്കുമ്പോൾ. എന്നാൽ ആ നിമിഷം ആസിഫ് പറയുകയാണ്, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഒന്നുകൊണ്ട് പ്രയാസപ്പെടേണ്ട. കാരണം എല്ലാം ഓക്കെയാണ്. എങ്കിൽ അദ്ദേഹത്തിനും സമാധാനമായിരിക്കും. ഞാൻ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിൽ പോയി. എന്നാൽ ആ ഉമ്മാക്കും ഒത്തിരി ഇഷ്ടം. ആ ഉമ്മ പറയുന്നത്, ഞാൻ അവളെ നോക്കിക്കോളും. അതെ, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്കും അവൾക്ക് വരാലോ. അതെ, നമ്മുടെ കുഞ്ഞല്ലേ, അവൾ ഒരാളുടെ കൂടെ ജീവിച്ചോട്ടെ. അൽഹംദുലില്ലാ, അത് സന്തോഷമേ ഉള്ളൂ. കാരണം ഏതായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ. അതായിരുന്നു ആ ഉമ്മയുടെ വാക്കുകൾ. എന്നാൽ ഷമീറിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആസിഫ് അവൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. എന്നാൽ ശരിക്കും ആ ഉമ്മാക്കും അത് വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു. സീനത്ത് പെട്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിലും വല്ലാത്ത വിഷമമായിരുന്നു. അല്ലാഹുവേ, എൻ്റെ പൊന്നു മോൻക്ക് നീ പെട്ടെന്നൊരു ഇണയെ കൊടുക്കണേ അല്ലാ. ആ ഉമ്മ അതായിരുന്നു ആ നോമ്പ് നോറ്റുകൊണ്ട് പ്രാർത്ഥിച്ചത്. എന്നാൽ ഈ സമയം അതാ പാടവരമ്പത്തുകൂടെ മക്കൾ തിരിച്ചു വരികയാണ്. ഉമ്മ നോക്കിയിരുന്നു, എവിടെ എൻ്റെ മോനും അതെ കൂട്ടുകാരനും? വരുന്നുണ്ട്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ട് നടക്കുകയായിരിക്കും. എന്തൊക്കെ തന്നെയും ഇന്ന് നോമ്പ് തുറന്നിട്ടേ ഞാൻ ആ പോലീസിനെ വിടും. ഉമ്മ അതിനുള്ള പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആസിഫ് പോലീസ് തന്നെയാണ് ഉമ്മ എന്ന് വിളിച്ച് അകത്തേക്ക് കയറിയത്. മോനെ, എൻ്റെ മോനെ ഓനൊന്ന് സമാധാനിപ്പിക്കണം കേട്ടോ. കാരണം എന്തെന്നറിയില്ല, ഓനക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നേക്കും. എനിക്കങ്ങനെ തോന്നിയിരുന്നെങ്കിലും ഇത്രമാത്രം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യമായിട്ടും ഞാൻ ഒരു കാര്യം പറയട്ടെ. പിന്നെ എൻ്റെ മോൻക്ക് പറ്റിയൊരു പെണ്ണിനെ ഒന്ന് പോലീസ് കണ്ടുപിടിക്കണം കേട്ടോ. ഉമ്മ, തീർച്ചയായും മോനക്ക് പറ്റിയ പെണ്ണിനെ തന്നെ. മോനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ പറ്റുമോ? മോനെ, അതൊക്കെ വെറും സ്വപ്നങ്ങളായി മനസ്സിൽ കിടന്നോട്ടെ. കാരണം ഓൻ ഇഷ്ടപ്പെട്ട പെണ്ണൊന്നും നമുക്ക് കിട്ടൂലല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചുകുടിൽ, ഈ ഒരു ചെറ്റക്കുടിലേക്ക് ഇവിടെയൊക്കെ കാര് വരാനാ പൊന്നു മോനെ. അതെ, എൻ്റെ കുട്ടിക്ക് എത്ര ചെറിയ വീട്ടിൽ നിന്ന് പാവപ്പെട്ടൊരു പെൺകുട്ടി ആയാലും വേണ്ടില്ല. അതെ, ഓൾക്ക് ഇവിടെ സമാധാനമുണ്ടാകും. കാരണം ഞാൻ എൻ്റെ പൊന്നു മോളെ പോലെ അവളെ നോക്കും. അതെ, എൻ്റെ മോനും അങ്ങനെ തന്നെ. ദീനിയായ കാര്യത്തിൽ എൻ്റെ കുട്ടിക്ക് കുറച്ച് ചിട്ടാവട്ടങ്ങളൊക്കെ കൂടുതലുണ്ട്. അതിനനുസരിച്ച് ആ പെണ്ണ് നിൽക്കുകയാണെങ്കിൽ ഇവിടം അവൾക്ക് സ്വർഗമായിരിക്കും. എന്നാൽ അത് കേട്ടപ്പോൾ ആസിഫിൻ്റെ മനസ്സ് നിറഞ്ഞു. ഉമ്മ, എന്നാൽ ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ നമുക്ക് വിവാഹം നടത്തണം കേട്ടോ മോനെ. ഇൻഷാ അല്ലാഹ് തീർച്ചയായും. എന്നാൽ ആസിഫ് അത് ഷമീറിനോട് പറഞ്ഞപ്പോൾ ഷമീറിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സ്വപ്നങ്ങൾ. എന്നാൽ ഈ സമയം അതാ ആസിഫ് അവളുടെ ഉപ്പയ്ക്ക് വിളിക്കുന്നു. ഹലോ, ഉപ്പ. പിന്നെ ശരിയാണ്, കണ്ടിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ നേരിട്ട് കണ്ട് ഒന്ന് സംസാരിക്കണം എപ്പോഴും നല്ലതല്ലേ. അവിടുന്ന് ഇവിടുന്ന് കണ്ടിട്ട് കാര്യമില്ലല്ലോ. മോനെ, എന്തൊക്കെയാണ് പറയുന്നത്? സന്തോഷമേ ഉള്ളൂ. വരൂ ഇങ്ങോട്ട് പെണ്ണ് കാണാൻ. സമീറിനെയും കൂട്ടി ഉമ്മയെയും കൂട്ടിക്കോ കേട്ടോ. സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഉമ്മയോട് പറയുന്നു, ഉമ്മ, നാളെ നമുക്കൊരു പെണ്ണ് കാണലുണ്ട് കേട്ടോ. പെണ്ണ് കാണലോ? മോനെ, അപ്പോഴൊക്കെ കിട്ടിയോ? അതെ ഉമ്മ, കിട്ടി. മനസ്സിലുണ്ടെങ്കിൽ ഒരാളെ തന്നെ കിട്ടിയിട്ടുണ്ട്. പെണ്ണ് കാണലിൽ ഉമ്മ എന്തായാലും വേണം. പൊന്നു മോനെ, ആദ്യം ഓന് കണ്ടോട്ടെ. ഓന് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പോയിക്കോളാം. അല്ലാതെ വെറുതെ ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഉമ്മ, നിങ്ങൾ വരി. നിങ്ങളല്ലേ മോൻ്റെ ധൈര്യം. ഷമീർ നിശബ്ദനായി നിന്നു. അവൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഒരിക്കൽ പോലും ഉമ്മ അറിയുന്നില്ല അവൾ തന്നെയാണ് ഇതെന്നുള്ളത്. എന്നാൽ ആ ദിവസം അത് സന്തോഷത്തോടു കൂടി ആസിഫും അവിടെ നിന്ന് നോമ്പ് തുറക്കുകയാണ്. അതുവരെ അവിടെ സംസാരിച്ചിരുന്നു. എന്തെന്നറിയില്ല, ആ ഉമ്മയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ആ ഒരു പലഹാരങ്ങൾക്കൊക്കെ വല്ലാത്തൊരു ടേസ്റ്റായിട്ട് ആസിഫിന് തോന്നി. ആസിഫ് ഈ സമയം ഷമീറിനോട് പറഞ്ഞു, ഷമീർ, അതെ,
എന്നെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരികെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ സസ്പെൻഷനെല്ലാം കഴിഞ്ഞു. പക്ഷേ എനിക്കൊട്ടും താല്പര്യമില്ല. എനിക്ക് പകരമായിട്ട് ഷമീർ കയറണം. അതെൻ്റെ ആഗ്രഹമാണ്. PSC അത് എഴുതിയോ നീ? ഞാൻ വൈകാതെ തന്നെ എക്സാമുണ്ട്. പെട്ടെന്ന് എഴുതണം. ഫസ്റ്റത്തതിൽ തന്നെ നിനക്കതിൽ ചാൻസും കിട്ടണം ഇൻഷാ അല്ലാ. ഷമീറിൻ്റെ മനസ്സിൽ ആഗ്രഹമില്ല എങ്കിലും ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എനിക്ക് പകരമായി താൽക്കാലികമായെങ്കിലും കയറണം. എന്നിട്ട് ഇൻഷാ അല്ലാ PSC എഴുതി അത് ഉറപ്പിക്കണം. അതായിരുന്നു ആഗ്രഹിച്ചത്. എന്നാൽ പിറ്റേ ദിവസം പെണ്ണ് കാണാൻ പോകുന്ന ദിവസമാണ്. പെണ്ണ് കാണാൻ മോനെ, ഈ നോമ്പിന് പെണ്ണ് കാണാൻ ഉമ്മ എന്നാ വേണ്ട, നോമ്പ് തുറക്കാൻ പോയാലോ? ആസിഫ് പറഞ്ഞപ്പോൾ, പൊന്നും മോനെ, അറിയാത്ത വീട്ടിലേക്ക് നോമ്പ് തുറക്കാനൊക്കെ പെണ്ണ് കാണാൻ പോവാന്ന് വെച്ചാൽ അതൊക്കെ ഒരു മോശമല്ലേ? എന്തുമ്മ, ഒരു മോശമില്ല. പിന്നെ ആസിഫ് പറഞ്ഞു, ഞാൻ മോനെ കൊണ്ട് എനിക്കൊരു വഴിക്ക് പോകാനുണ്ട്. എങ്ങോട്ടാ മോനെ? അതെ, അതൊക്കെയുണ്ട്. എന്നാൽ ഇന്ന് ജോയിൻ ചെയ്യേണ്ട ദിവസമായിരുന്നു നമ്മുടെ ആസിഫ് SI. അവിടെയുള്ള SI പോയി ഇന്ന് ജോയിൻ ചെയ്യണം. എന്നാൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് ആ ഉമ്മയെ കൂടി കൂട്ടിക്കൊണ്ടുപോകണം എന്നതായിരുന്നു ആഗ്രഹം. എന്നാൽ അന്ന് തന്നെ ആസിഫ് SI അതാ ജീപ്പുമായി വന്നു. ഉമ്മയെയും ഷമീറിനെയും അതിൽ കയറ്റി നേരെ സ്റ്റേഷനിലേക്ക്. എവിടുക്കാ മോനെ? നമ്മൾ പെണ്ണ് കാണാൻ പോവുകയാണോ? ഇങ്ങനെയൊക്കെ. ഉമ്മ, അത് ഞാൻ കാണിക്കാം. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി. പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിനാ മോനെ പോകുന്നത്? എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ റബ്ബേ? ഇല്ല ഉമ്മ, അതൊക്കെയുണ്ട്. എന്നാൽ ഈ സമയം അതാ താൻ ഹാജരാവേണ്ട, സൈൻ ചെയ്യേണ്ട ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഷമീറിനെയും ഉമ്മയെയും കൂട്ടിക്കൊണ്ടുപോവുകയാണ് ആസിഫ് SI. എന്നാൽ ആ നിമിഷം തന്നെ അതാ താൻ ജോയിൻ ആകുന്ന ആ ഒരു ചെയറിലേക്ക് ഇരിക്കുന്നതിന് പകരം ഷമീറിൻ്റെ പേരെഴുതി സൈൻ ചെയ്യിപ്പിച്ചു. ആ ഒരു തൊപ്പിയെടുത്ത് നേരെയതാ ഷമീറിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു. ഉമ്മയുടെ നേരെ നോക്കി സല്യൂട്ട് അടിച്ചു. ശരിക്കും ആ ഉമ്മ കണ്ണുകൾ നിറഞ്ഞുപോയി. മോനെ, ഇത് സത്യാണോ? അതെ, അതെ ഉമ്മ, നിങ്ങളുടെ മോൻ അത്രക്കും എല്ലാ കഴിവുകളുമുള്ള വ്യക്തിയാണ്. എൻ്റെ സ്ഥാനം ഞാൻ അവനക്ക് വേണ്ടി ഇപ്പോൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. തീർച്ചയായും ഈ ഒരു ജോലിയിൽ അവൻ കണ്ടിന്യൂ ചെയ്യണം. അതെൻ്റെ ആഗ്രഹമാണ്. ഇൻഷാ അല്ലാ. SIമാർക്ക് കൂടുതൽ ടൈമൊന്നും ഉണ്ടാവില്ല പണി, എങ്കിലും ആ കുറഞ്ഞ ടൈമെങ്കിലും ഒന്നിവിടെ അറ്റൻഡ് ചെയ്യണം. അതെ, ഏറ്റവും ഈ നാടിന് അനുയോജ്യമായ SI അത് ഷമീർ തന്നെയായിരിക്കും. ശരിക്കും ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. റബ്ബേ, ചെറ്റക്കുടിലിൽ കഴിയുന്ന എൻ്റെ പൊന്നുമോൻ ഇവിടെ എങ്ങനെ പോലീസായി? എന്നാൽ ആ കാര്യം പറഞ്ഞപ്പോൾ അവന് പല രീതിയിലുള്ള ആക്ടിവിറ്റീസുമുണ്ട്. പല രീതിയിലും അവൻ എല്ലാത്തിനും കേമനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരുന്നു ആസിഫ് പോലീസ്. അങ്ങനെ അതാ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ആ ഒരു തൊപ്പി ഇട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ ഷമീറായി മാറുകയാണ്. എന്നാൽ ഇന്ന് വൈകുന്നേരത്തോടെ ഒരു പെണ്ണ് കാണലുണ്ട്. സന്തോഷത്തോടെ അതാ അന്ന് ചാർജ് ഏറ്റെടുത്തു നമ്മുടെ SI. ഡ്യൂട്ടി സമയം കഴിയുവോളം തന്നെ നമ്മുടെ ആസിഫും കൂടെ തന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഷമീറിനെ കാണുമ്പോൾ എല്ലാവരും സല്യൂട്ട് ചെയ്യുകയാണ്. പുതിയ SI എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ഒരിക്കൽ പോലും ആസിഫ് താനൊരു SI ആണ് എന്നുള്ള രീതിയിൽ അവിടെ അഭിനയിച്ചില്ല. പകരം ഷമീർ അവനെല്ലാം തികഞ്ഞ ഒരു SIയുടെ ലുക്കിൽ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതെ, ആ ഉമ്മ കരഞ്ഞു പോയി തൻ്റെ പൊന്നുമോൻ്റെ സ്ഥാനമാനങ്ങൾ ഓർത്തുകൊണ്ട്. റബ്ബേ, അതെ, എല്ലാത്തിനും സമമായ ഒരാൾ ഷമീറിനെ പോലെ ആരും ഉണ്ടാവില്ല എന്നത് ആസിഫിനും ഉറപ്പായിരുന്നു. ഇന്ന് മഗ്‌രിബിനാണ് അവർ പെണ്ണ് കാണുവാൻ വേണ്ടി പോകുന്നത്. ഒരിക്കൽ പോലും ഉമ്മ അറിയുന്നില്ല അത് സീനത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നത്. പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഉമ്മയുടെയും സീനത്തിൻ്റെയും ആ ഒരവസ്ഥ, അതെ, ഷമീറിൻ്റെയും ഷെഫി ഉസ്താദിൻ്റെയും അവസ്ഥ. ഇൻഷാ അല്ലാ, പോലീസ് ഉദ്യോഗസ്ഥനായി തൻ്റെ പൊന്നുമോൻ പെണ്ണ് കാണാൻ പോകുന്ന ആ ഒരു രംഗം കാണുമ്പോൾ ആ ഉമ്മയുടെ ഹൃദയം വല്ലാതെ അങ്ങ് സന്തോഷിക്കും. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാ അല്ലാ. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.